കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പല കാര്യങ്ങളും പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കണമെന്ന്. കാരണം അച്ഛൻ പറഞ്ഞു ഞാനിപ്പം 80 ഇയേഴ്സ് ആകാൻ പോകുന്നു. എൻ്റെ ഈ ജീവിതം കൊണ്ട് ഞാൻ നേടിയെടുത്ത ഒരുപാട് അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്നത് വാർദ്ധക്യത്തെ പറ്റി സംസാരിക്കാം. എങ്ങനെ നമ്മുടെ ഈ വാർദ്ധക്യം പ്രയോജനപ്രദമായി ചെലവാക്കാം എന്ന്, എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാം വാർദ്ധക്യത്തിൽ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം കൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് തന്നെയായാലും നമ്മൾ ജനിച്ചാൽ എന്ത് തന്നെയായാലും വാർദ്ധക്യത്തിൽ കൂടി നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വാർദ്ധക്യത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും. അതൊരു അനിവാര്യമായ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളാണെങ്കിൽ പോലും ഈ ഗ്രൂപ്പിൽ പലരെ കാണുമ്പോൾ ഇവർ ഇത്രയും പ്രായമുണ്ടോ എന്ന് നമുക്ക് തോന്നാം. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ വയസ്സ് വർഷത്തിൻ്റെ ഇത്ര വയസ്സുണ്ട് എന്ന് പറയുമ്പോഴും ചില ആളുകൾക്ക് അത്രയും പ്രായം തോന്നിക്കില്ല. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് വയസ്സ് ഇത്ര വയസ്സെന്ന് പറയുമ്പോഴും ജൈവികമായ ഒരു പ്രായം എന്നൊരു കാര്യം ഉണ്ട്. അപ്പം അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഈ തേയ്മാനം, ക്ഷതം എന്നിവയൊക്കെ കൊണ്ട് ചില ആളുകളുടെ പ്രായം ഉള്ളതിൽ കൂടുതൽ തോന്നും, ചില ആളുകൾക്ക് അത്ര തോന്നുന്നില്ല. അപ്പോൾ ഈ പ്രായത്തെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജനിതക ഘടന, ജീവിതശീലങ്ങൾ, ചുറ്റുപാടിലെ അന്തരീക്ഷം എന്നിവയെല്ലാം. അപ്പോൾ അതൊക്കെ ചില ആളുകൾക്ക്, ഉദാഹരണം പറഞ്ഞാൽ ഒരു 50 വയസ്സുള്ള ഒരാളുടെ ജനിതക പ്രായം ഒരു 55 വയസ്സുള്ള ആളിൻ്റെതിനേക്കാളും ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ പ്രായം എന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്പറായിട്ട് മാത്രമേ കണക്കാക്കൂ. എല്ലാവർക്കും വാർദ്ധക്യം ആരംഭിക്കുന്നത് ഒരേ പ്രായത്തിലല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്തുകൊണ്ട് നമ്മളെല്ലാം വാർദ്ധക്യം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് വാർദ്ധക്യം നമുക്ക് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ അത് ഒരു കോശമുള്ള ഒരു ജീവിയായിട്ടാണ് ഉണ്ടാകുക. ഒറ്റ ഒരു കോശമേ കാണും. അത് പിന്നെ രണ്ടാകുന്നു, വിഭജിച്ച് 9 മാസവും 7 ദിവസവും ആകുമ്പോഴാണ് ഫുൾ ടേം പ്രഗ്നൻസി ആകുന്നത്. അതിനെ പ്രസവിക്കുന്നു. അതിനുശേഷം അത് വളരുകയാണ്. നമുക്കറിയാം ഏകദേശം ഒരു 18-20 വയസ്സ് വരെ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാകും. അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വളരുന്നത് സെല്ലുകൾ വിഭജിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രസവിച്ചതിന് ശേഷവും ഈ സെല്ലുകൾ വിഭജിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ പ്രസവിച്ചതിന് ശേഷം കുറച്ച് സെല്ലുകൾ നശിച്ചുകൊണ്ടേയിരിക്കും. അതായത് കോടാനുകോടി സെല്ലുകളോട് കൂടിയ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന്, അതായത് ഒരു മനുഷ്യജീവിയുടെ ശരീരത്തിൽ നിന്ന് എല്ലാ ദിവസവും കുറച്ച് കോശങ്ങളൊക്കെ നഷ്ടപ്പെടും. അതൊക്കെ ഏകദേശം 1000 കണക്കിനൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ ഈ കോശങ്ങൾ നഷ്ടപ്പെട്ട് ഏകദേശം ഒരു 20 വയസ്സാകുന്ന 18-20 വയസ്സാകുന്നതോടുകൂടി വളർച്ച അവസാനിക്കുന്ന ഒരു മനുഷ്യന് അതിനുശേഷം ഈ കോശങ്ങളുടെ വിഭജനവും കൂടുതലായിരിക്കത്തില്ല. കൂടുതൽ കോശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് വളർച്ച നിലയ്ക്കുന്നത്. നമ്മൾ പ്രായമാകാൻ ആരംഭിക്കും. അപ്പോൾ ഈ നശിക്കുന്ന കോശങ്ങളുടെ എണ്ണം കൂടുന്നതോടുകൂടി നമുക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ശരീരത്തിൽ കണ്ടു തുടങ്ങും. അതാണ് പ്രായം കൂടുന്നതിൻ്റെ കാര്യമായിട്ട് പറഞ്ഞു വരുന്നത്. അപ്പം എന്തൊക്കെയാണ് പ്രായമാകുന്നതോടുകൂടി നമുക്ക് എന്തൊക്കെ ശരീരത്തിൽ മാറ്റങ്ങൾ വരാം എന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ മാംസപേശികളുടെ വലിപ്പം കുറയും, അതിൻ്റെ ബലം കുറയും, എല്ലുകളുടെ ബലം കുറയും. അപ്പോൾ മാംസപേശികളുടെയും എല്ലുകളുടെയും ബലം കുറയുന്നതോടൊപ്പം നമുക്ക് നടക്കാനും ഒക്കെയുള്ള പ്രയാസം ഉണ്ടാകുന്നു. ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു.
ഇതാണ്. അപ്പം ഈ മാംസപേശികളുടെ വലിപ്പം കുറയുന്ന ആ കണ്ടീഷനെ നമ്മൾ സാക്രോപീനിയ എന്നാണ് പറയുന്നത്. അതുപോലെ എല്ലിൻ്റെ ബലം കുറയുന്ന ആ കണ്ടീഷനെ നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. അപ്പം ഇത് ഞാൻ പറഞ്ഞു, വീഴ്ചയ്ക്കും എല്ല് ഒടിയുന്നതിനും പ്രായമാകുന്ന സമയത്ത് അതിന് സാധ്യത കൂടുതലുണ്ടാക്കുന്നു. പ്രായമായി കഴിഞ്ഞാൽ വീണ്ടും സാധാരണ തുടയിലെ എല്ലുകളാണ് പൊട്ടുക. അതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതിന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. രണ്ടാമത് ശരീരത്തിനുണ്ടാകുന്ന ഒരു നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഇടയ്ക്ക് പ്രായമായി കഴിഞ്ഞാൽ നടക്കുന്ന ശ്വാസമുട്ടൽ ഇങ്ങനത്തെ അനുഭവത്തിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനശേഷി കുറയുക. അപ്പോൾ നമ്മൾ ഈ സീനിയർ സിറ്റിസൺസിന് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു കൂടുതൽ ഒരു ഇൻഫ്ലുവൻസായി ഉണ്ടായാൽ പോലും അത് വളരെ മോശമായി ബാധിക്കും ഈ ഒരു സീനിയർ സിറ്റിസൺസിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ എല്ലാവരും വർഷത്തിൽ ഒരു പ്രാവശ്യം ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് വളരെ നന്നായിട്ട്. ഫ്ലൂ വാക്സിൻ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ കിട്ടുമെങ്കിൽ നമുക്ക് ഒന്നില 20% ഹോസ്പിറ്റലിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ മറക്കാതെ വർഷത്തോട് എടുക്കുകയാണെങ്കിൽ ഫ്ലൂ വരാതിരിക്കും, ജലദോഷം വരാതിരിക്കുന്നത് അത് ഒരു കൊറോണ ഈ ഫ്ലൂ വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വലിയൊരു വ്യത്യാസം. പിന്നെ ഹൃദയ സംബന്ധമായ ഈ പ്രായത്തിലുണ്ടാകുന്നത് ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയും. കൊഴുപ്പ് ഇതിലടിയുന്നത് കാരണം ബ്ലോക്ക് ഒക്കെ ഉണ്ടാകും. ഹാർട്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം. സന്ധ്യത ചെയ്യുന്നതിനെ പറ്റി, സ്റ്റേറ്റ് എഴുതുന്നതിനെ പറ്റിയൊക്കെ എല്ലാവർക്കും ബ്ലഡ് പ്രഷർ കൂടുന്നു. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഹോസ്പിറ്റലുകളിലും കിട്ടുന്ന കാര്യങ്ങളാണ്. നാലാമത് വൃക്കകളുടെ പ്രവർത്തനം വന്നിട്ടുണ്ട്. വൃക്കകളുടെ പ്രവർത്തനം വൃക്കാന്ന് പറഞ്ഞാൽ കിഡ്നി. അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യം എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത വെള്ളവും ലവണങ്ങളും ഒക്കെ പുറന്തള്ളുന്നതാണ് കിഡ്നിയുടെ ജോലി. പക്ഷേ പ്രായമാകുന്നതോടുകൂടി ഇതിൻ്റെ ഒരു പ്രവർത്തനം അധികമിക്കുന്നത് കൊണ്ട് നമ്മൾ വെള്ളം ആവശ്യത്തിനുള്ളത് പുറത്തേക്ക് സാധിക്കുന്നില്ല. ഈ ലവണങ്ങൾ കിഡ്നിയുടെ പ്രവർത്തനം അധികമിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രായമായവർക്കുണ്ടാകുന്ന അറിയാം. പിന്നെ ഒരു അൺകൺട്രോൾഡ് ഡയബറ്റീസുള്ള ആളുകൾക്ക് കിഡ്നിയുടെ പ്രവർത്തനം അധികമിക്കുന്നത് സാധാരണയിൽ കൂടുതലായി. അപ്പോൾ അതിൻ്റെ ഡയബറ്റീസ് ഒക്കെയുള്ള ആളുകൾ അത് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. പിന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഇതിൽ പ്രായമാകുമ്പോഴത്തേക്ക് കുറയുന്ന ഒരവസ്ഥ. അതായത് ഈ ഓർമ്മ കുറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളത്. അതായത് ഒരു ഷോർട്ട് ടേം മെമ്മറി, അതാണ് ലോങ് ടേം മെമ്മറി ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും ദൈനംദിന ജീവിതത്തിൽ സാധാരണ ബാധിക്കാം. പക്ഷേ എന്നാൽ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ നമുക്ക് ഓർമ്മശം ഉണ്ടാകുകയാണെങ്കിൽ, അതായത് ഈ ആൽഷൈമേഴ്സ് ഡിസീസ് ഒന്നും ഡിമെൻഷ്യാന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈനംദിന ജീവിതത്തെ ബാധിക്കും. അപ്പം അത് നമുക്ക് തിരിച്ചറിയാൻ ഒരു മാർഗം. ഉദാഹരണത്തിന് ഒരാൾക്ക് നമുക്ക് നമ്മളതേപ്പറ്റി ബോധവാനാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ചിലർക്ക് ഓർക്കാൻ പറ്റുന്നില്ല, വെയിലൊക്കെ ഓർക്കാൻ പറ്റുന്നില്ല, വെയിലൊക്കെ ഓർക്കാൻ പറ്റുന്നില്ല, ഒരു സാധനം വെച്ചാൽ എനിക്കത് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരാളിന് അത് ശരിക്കും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ തിരിച്ചറിയുകയാണ് നമുക്ക് ഓർമ്മക്കുറവ്. അതേസമയത്ത് ഓർമ്മക്കുറവുള്ള ഒരാളിൻ്റെ കാര്യം വേറൊരാൾ തിരിച്ചറിയുക, അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വേറൊരാൾ പറയുകയാണെങ്കിൽ ഓർമ്മക്കുറവ്, അതാണ് ഒരു ഡിസീസ് കണ്ടീഷൻ. മനസ്സിലായോ എൻ്റെ കാര്യം? ഇതൊരു പ്രാക്ടിക്കൽ പോയിന്റ്. ഏതാ മനസ്സിലായോ? കേൾക്കുന്നില്ലേ? തന്നെത്താനെ നമുക്കൊരു ബോധം വരികയാണല്ലോ, എനിക്ക് ഓർമ്മപ്പശ പറയുന്ന ഒരാളിന് ആ
ഓർമ്മപ്പിശക് വലുതായിട്ടില്ല, അവർക്കതൊരു രോഗമൊന്നുമല്ല, പ്രായം കൊണ്ടുള്ളൊരു ചെറിയ പ്രയാസമേ ഉള്ളൂ. അതേസമയത്ത് ഒരാളുടെ ഓർമ്മപ്പിശക് അവർക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, പക്ഷെ വേറെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ളതാണ് ശരിക്കും രോഗം. അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അത് ആൽഷൈമേഴ്സ് ഡിസീസിലോ ഡിമെൻഷ്യയിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതാണ് തലച്ചോറിൻ്റേത് പ്രധാനമായിട്ട് നമുക്ക് ആ ഓർമ്മയുടെ കാര്യമാണ്. പിന്നെ കാഴ്ചശക്തി കുറയുന്ന ഒരവസ്ഥയാണ് ഈ ഇത്. കാഴ്ചശക്തി കുറയുന്നു, പിന്നെ അതുപോലെ തന്നെ കേൾവിശക്തി. അപ്പോൾ ഇത് രണ്ടും കുറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടാനായിട്ട് നമ്മൾ ഒരു വിമുഖത കാണിക്കും. അത് നമ്മളെ ഒറ്റപ്പെടുത്തലിലേക്കും ഏകാന്തതയിലേക്കും ഒക്കെ നയിക്കും. അപ്പം അതുകൊണ്ട് കാഴ്ചശക്തി, കേൾവിശക്തി, ആ കാര്യങ്ങളൊരു ശ്രദ്ധ, മറ്റുള്ളവർക്കൊരു ശ്രദ്ധയുണ്ടാകുക, യങ്ങർ ജനറേഷൻ ഇതുണ്ടല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ അതുപോലെ തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ, തൊലിയുടെ രോഗങ്ങളെക്കാളുപരി തൊലിയുടെ ആ ഒരു ഇലാസ്റ്റിസിറ്റി കുറയും, ഹൈഡ്രേഷൻ കുറയും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് തൊലിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും, ചിലപ്പോൾ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ ഉറക്കക്കുറവ് ഈ പ്രായത്തിൽ, അതായത് സീനിയർ സിറ്റിസൺസിന് വരാവുന്ന ഒരു കാര്യമാണ് ഉറക്കക്കുറവ്. അപ്പോൾ ഈ ഉറക്കക്കുറവിൻ്റെ പ്രയാസം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഓറിയൻറ്റേഷൻ നഷ്ടപ്പെടും. പകലൊക്കെ എഴുന്നേറ്റ് നടക്കുമ്പോഴൊക്കെ ഒരു എവിടെയാണ് നടക്കുന്നത് ഇങ്ങനെ, അപ്പം അത് വീഴ്ചയ്ക്ക് കാരണമായി തീരും. പിന്നെ ദഹന പ്രശ്നങ്ങൾ പ്രധാന കാരണം വിശപ്പ് കുറയും, രുചി കുറയും, മാത്രമല്ല പല്ലിൻ്റെ പ്രശ്നങ്ങൾ കാരണം ചവയ്ക്കാനും പ്രയാസമുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ ആഹാരം കഴിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പം ഇത് നമ്മൾ കുറേശ്ശെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് സാധാരണ നമ്മൾ 3 നേരം കഴിക്കുന്നതിന് പുറമെ കുറേശ്ശെ ഭക്ഷണം 5 or 6 നേരമായിട്ട് കഴിക്കേണ്ടി വരും. മാത്രമല്ല ചവച്ച് തിന്നാൻ പ്രയാസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറുക്കൊക്കെ കഴിക്കാൻ പറ്റും. ഈ വെജിറ്റബിൾ സൂപ്പ്, ഈ ചീരയൊക്കെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് വിറ്റമിൻസ് ഉണ്ട്, ലവണങ്ങളുണ്ട്, നമുക്ക് ആവശ്യമുള്ള ഒത്തിരി കാര്യം. ഈയിടെ നമ്മൾ ഒത്തിരി പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞ ഒരു ചീരയെ പറ്റി കേൾക്കാറുണ്ട്. അത് കണ്ണിനൊക്കെ വളരെ നല്ലതായിട്ടാണ് പറയുക. ആ ചീരയൊന്ന് നട്ടുവെക്കുകയാണെങ്കിൽ അത് ആർത്ത് വളരുകയും ചെയ്യും. നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ കാര്യം തരാം. അത് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല. ചുമ്മാ അത് തിളപ്പിച്ച് ഇത്തിരി ഉപ്പിട്ട് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദഹന പ്രശ്നത്തിന് കാര്യം. അപ്പം ഇത് ഇത്രയൊക്കെയാണ് ഓരോ സിസ്റ്റത്തിനായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം എന്നോട് എന്തെങ്കിലും സംശയമുള്ളത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം, കാരണം എനിക്ക് സമയം ഇത്തിരിയേ തന്നിട്ടുള്ളൂ. പിന്നെ ഇതോടൊപ്പം തന്നെ മറ്റ് രോഗങ്ങൾ, അതായത് ക്യാൻസർ, പിന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൃദയാഘാതം എന്നീ രോഗങ്ങളും ഒക്കെ ഈ പ്രായത്തിലാണ് മനുഷ്യരെ അലട്ടുന്നത്. അപ്പം ഈ വിജയകരമായ വാർദ്ധക്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പലപ്പോഴും വാർദ്ധക്യം ആകുമ്പോഴത്തേക്ക് പലരും ചിന്തിക്കും, അയ്യോ ഇങ്ങനെയൊക്കെ ആയി തീർന്നു, ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ട്, ഓർമ്മയില്ല, നടക്കാൻ പ്രയാസമുണ്ട്, എല്ലാം തീർന്നു, ഇനി എല്ലാം ഇത് താഴോട്ടാണ് എന്ന് വിചാരിച്ച് വിഷമിച്ച് ഇരിക്കുന്നതിന് പകരം ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ വാർദ്ധക്യം വിജയകരമായിട്ട് തീർക്കാം. അപ്പം ഈ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പലരും എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സൊക്കെ, 40-45 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഓരോരുത്തരായിരിക്കും അറിയാം, നമുക്ക് കുറച്ച് കണ്ണിന് കാഴ്ച കുറയും. അപ്പോൾ കണ്ണാടി വയ്ക്കും. അത് കഴിഞ്ഞ് ജോലി തിരക്കിനിടയ്ക്ക് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാറില്ല. ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അതൊക്കെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് തലമുടിയൊക്കെ കുറച്ച് നനച്ച് തുടങ്ങിയിരിക്കുന്നു, മുഖത്തെ ശോഭ നഷ്ടപ്പെട്ടിരിക്കുന്നു, പല്ലുകളുടെ ഭംഗി കുറഞ്ഞിരിക്കുന്നു, തലമുടിയുടെ നിബിഡതയൊക്കെ കുറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള കഴിവില്ലാത്തതിന് നമ്മൾ ഇത്തിരി സങ്കടപ്പെടും, അല്ലേ? സങ്കടപ്പെടും. പക്ഷേ ഇത് ജീവിതത്തിലെ ഒരു അനിവാര്യമായ കാര്യമാണെന്നും നമ്മൾ ജനിച്ചാൽ വാർദ്ധക്യത്തിൽ എത്തുമെന്നും അതൊരു ആർക്കും തടുക്കാൻ തടയാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഈ വരുന്ന ചേഞ്ചസിനെയൊക്കെ ഒക്കെ ഒരു സന്തോഷത്തോടെ സ്വീകരിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ കണ്ടീഷനെയാണ് പറയുന്നത്
ഗ്രോയിങ് ഓൾഡ് ഗ്രേസ്ഫുള്ളി. ഗ്രോയിങ് ഓൾഡ് ഗ്രേസ്ഫുള്ളി ഇതൊരു ആർട്ടാണ്. അത് നമ്മൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെയാണ്, എന്തൊക്കെ നമുക്ക് വന്നാലും ഇത് മാറ്റാവുന്ന കാര്യങ്ങളൊക്കെ മാറ്റുക. ചില കാര്യങ്ങൾ ചികിത്സിച്ച് മാറ്റാം, ചിലതൊന്നും ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് ജീവിതം ഒരു ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള ആ ഒരു സ്ഥിതിയിലെ ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഇത് അങ്ങനെ അല്ലാത്തവർക്ക് ഈ ഡിപ്രഷൻ അങ്ങനത്തെ ഒക്കെ ആയിട്ട് ജീവിക്കുന്നവർക്കൊരു പ്രചോദനം കൂടി ആയിത്തീരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത് ഈ സമയത്താണേലും നമുക്ക് പല കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കാം, വായിക്കാം. ഈ കാര്യം നമ്മുടെ പിന്നെ എന്താ പറയേണ്ടത്, ഈ പറഞ്ഞ ഗ്രോയിങ് ഓൾഡ് ഗ്രേസ്ഫുള്ളി എന്നൊരു കണ്ടീഷനെ നമുക്ക് സഹായിക്കും. അതുപോലെ വ്യായാമം റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക. അപ്പോൾ ജീവിതാനുഭവങ്ങൾ എന്ത് തന്നെ ആയാലും അംഗീകരിക്കാനുള്ള ഒരു മനോഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഈ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് കുറച്ച് ദൈവവചനമൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദൈവവചനമൊക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കത് പ്രയാസം വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഈ വാർദ്ധക്യത്തിലെ സന്തുഷ്ടമായി ജീവിക്കാൻ, സന്തോഷത്തോടെ ഫലപ്രദമായി ദൈവമഹത്വത്തിനായി ജീവിക്കാൻ സഹായിക്കുന്ന കുറച്ച് ദൈവവചനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് സങ്കീർത്തനങ്ങൾ 92:14. സങ്കീർത്തനങ്ങൾ 92:14. വാർദ്ധക്യത്തിലും അവർ ഫലം കഴിച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ച് പച്ച പിടിച്ചിരിക്കും. അതായത് വാർദ്ധക്യത്തിലും അവർ ഫലം കഴിച്ചുകൊണ്ടേയിരിക്കും, അവർ പുഷ്ടി വെച്ച് പച്ച പിടിച്ചിരിക്കും. രണ്ടാമത്തെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46:4. നിങ്ങളുടെ വാർദ്ധക്യത്തിലും ഞാൻ അനന്യനാണ്, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ സൃഷ്ടിച്ചു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമക്കുകയും വിടുവിക്കുകയും ചെയ്യും. അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46:4. സദൃശവാക്യങ്ങൾ 16:31. നരച്ച തല മഹത്വത്തിന്റെ കിരീടമാകുന്നു, നീതിയുടെ മാർഗത്തിൽ അത് പ്രാപിക്കാം. നരച്ച തല മഹത്വത്തിന്റെ കിരീടമാകുന്നു, നീതിയുടെ മാർഗത്തിൽ അത് പ്രാപിക്കാം. സങ്കീർത്തനങ്ങൾ 71:18. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ശക്തിയെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ അത്ഭുത പ്രവൃത്തികളെയും അറിയിക്കുവോളാം. 18. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ശക്തിയെയും വരുവാനിരിക്കുന്ന എല്ലാവരോടും നിന്റെ അത്ഭുത പ്രവൃത്തിയെയും അറിയിക്കുവോളാം. വാർദ്ധക്യവും യോബിന്റെ പുസ്തകം 12:12. വൃദ്ധന്മാരുടെ മക്കൾ ജ്ഞാനവും അയോഗ്യരുടെ മക്കൾ വിവേകവും. 12:12. അപ്പൊ ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് വൃദ്ധാവസ്ഥ എന്ന് പറയുന്നത് ദൈവം നൽകിയൊരു അനുഗ്രഹമായിട്ടാണ്. അല്ലാതെ ഇതൊരു യഥാർത്ഥതയുടെ അനുഭവം നമ്മുടെ വിലയൊക്കെ കളയുന്നുണ്ടെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നാം അതിനെ ഫലപ്രദവും ജ്ഞാനപൂർവ്വം ദൈവം ഉപയോഗിക്കുന്ന ഒരു അനുഗ്രഹത്തിന് കാലമാണിത്. പിന്നീട് നമ്മുടെ ശരീരവും ആത്മാവും എല്ലാം സംരക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് വിശ്വാസം കൈമാറി അനുഭവം ഞാൻ പങ്കുവെച്ച് ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വം വരുത്തുന്നത്. അപ്പോൾ നമ്മുടെ ശക്തി ഈ സമയത്ത് കുറയുമെങ്കിലും ദൈവം നമുക്ക് കൂടുതൽ വിലപ്പെട്ടവനായി കരുതിയ അഭിപ്രായം. അപ്പോൾ വാർദ്ധക്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ ഏത് പ്രായത്തിൽ വിജയം കൈവരിക്കാനുള്ള ചില ടിപ്സാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ഏത് പ്രായത്തിലാണ്? അപ്പോൾ ആദ്യം ദൈവത്തെ സ്നേഹിക്കുക, 2 നമ്മെ തന്നെ സ്നേഹിക്കുക, 3 സഹോദരനെ സ്നേഹിക്കുക, 4 പ്രകൃതിയെ സ്നേഹിക്കുക. എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്കെല്ലാം ഇതറിയാവുന്ന കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷെ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ഒരു കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം.
നമുക്ക് ആദ്യം ഏറ്റവും കൂടുതൽ ശ്രമിക്കണം. ഒന്ന് അവരെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കാമോ? ആദ്യം ഏറ്റവും കൂടുതൽ ശ്രമിക്കണം ലോകത്താരെയാണ് നമ്മളെ തന്നെ അല്ലേ? തീർച്ചയായിട്ടും നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്വാർത്ഥപരമായിട്ട് എല്ലാം എനിക്ക്, എല്ലാം എൻ്റേത്, എല്ലാവരും എന്തെങ്കിലും പിടിക്കും, അങ്ങനത്തെ ചിന്തയല്ല. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വില മനസ്സിലാക്കുക. നമ്മൾ നല്ല വിലയുള്ളവരാണോ തോന്നിയിട്ടുണ്ടോ? ഒത്തിരി വിലപ്പെട്ടവരാണ്, ആദ്യം തോന്നിയിട്ടുണ്ടോ? തോന്നാതില്ല ഇത് നമ്മൾ വിലപ്പെട്ടവരാണ്, ഭയങ്കര വിലപ്പെട്ടവരല്ലേ? നമ്മുടെ കാര്യം അറിയുന്നത്. അതായത് ദൈവം നമ്മളെ സൃഷ്ടിച്ച കാര്യം എന്തെങ്കിലും നോക്കിക്കേ. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴത്തേക്ക് എന്താ ചെയ്തത്? എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവം വചനം കൊണ്ട് സൃഷ്ടിച്ചു അല്ലേ? സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? സ്വർഗത്തിലെ ആലോചന സഭയിൽ കഴിയുമ്പോൾ ചിന്തിച്ചു എങ്ങനെയാണ് എനിക്ക് മൂന്ന് ലേഖനാണ് സാധിച്ചൊരു മനുഷ്യനെ സൃഷ്ടിക്കുക അല്ലേ? ഇത് വലിയ കാര്യം, അടിച്ചു കാര്യമാണോ? വലിയൊരു കാര്യം. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാമീപ്യത്തിലും സൃഷ്ടിച്ചു. എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് 32:7 യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. കൈകൊണ്ടാണ് യഹോവയായ ദൈവത്തിന്റെ കൈ കൊണ്ട് മനുഷ്യൻ, അവന്റെ മുന്നിൽ ജീവശ്വാസം മനുഷ്യൻ ജീവനുള്ള രീതിയിലേക്ക് അല്ലെ? ഇത് വലിയ കാര്യമല്ല. നമുക്ക് നോക്കി കൈകൊണ്ട് യഹോവയായ ദൈവം കൈകൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനുണ്ടാക്കി. ഇതിന്റെ മുമ്പിൽ ജീവശ്വാസം നമ്മളെ സൃഷ്ടിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് മാത്രമല്ല, എന്തൊക്കെ നമുക്ക് ഏത് സ്ഥാനമാണ് ലോകത്ത് തോന്നിയിരിക്കുന്നത് നമ്മൾ എത്ര സങ്കീർത്തനത്തിൽ വായിക്കുന്നു. എത്ര സങ്കീർത്തനം നമ്മളതിൽ വായിച്ചു തുറക്കുന്നുണ്ട്. എങ്ങനെയാണ് സൃഷ്ടിയുടെ മകുടമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഭക്തിനെ ഓക്കെ കലർത്തിട്ട് വായിക്കും. 8 സങ്കീർത്തനത്തിലെ 4 മുതൽ 8 വരെയുള്ള ഓർക്കേണ്ടതിനെ അവനുണ്ട്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിനെ അവനെത്തു മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവൻ്റെ കാൽക്കീഴിയാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും, ആകാശത്തിലെ പക്ഷികളെയും, സമുദ്രത്തിലെ മത്സ്യങ്ങളെയും, സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. നിങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കും. സൃഷ്ടിയുടെ മകുടമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊരു വലിയ സ്ഥാനമാണ് അല്ലേ നമുക്ക്. ഇനി നമ്മൾ ഈ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 16 വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുകയാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാകുന്നില്ല നിങ്ങൾ തന്നെ. അപ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളാണ്. നമ്മുടെ വില എങ്ങനെയുണ്ട് അല്ലേ? എന്തൊരു വിലയാണ് ഉള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ വില മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ നമ്മളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിലയുള്ളവരാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി എല്ലാം അവരുടെ വിലയുള്ളതായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ്. മനുഷ്യർ ഒരു ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാൽ മതി, എന്തെല്ലാം കാര്യങ്ങൾ വന്നതാണ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സങ്കടം വരും. അതായത് എന്തുമാത്രം ആത്മഹത്യ ചെയ്തു, എന്തുമാത്രം ഒത്തിരി ഇല്ലാത്ത കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അവനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ വില ഇത്രയും ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിലയാണ് നമ്മളെ തോന്നുക അല്ലേ? സീനിയർ സിറ്റിസൺസ് നമ്മൾ ഇതിലൂടെ വിലയുള്ളവരാണ്. ചെറുപ്പക്കാരെക്കാളും ഇതിലൂടെ വിലയുള്ളവരാണ്. ഇത് നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തിക്കൊക്കെ വിലയുള്ളതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ലോകത്ത് നടന്ന ആ ഒരു സംസ്കാരം, ഒരു മരണത്തിൻ്റെ സംസ്കാരം അല്ലേ? തന്നെത്താനെ ജീവനെടുക്കുന്നു, മറ്റുള്ളവരുടെ ജീവനെടുക്കുന്നു. അപ്പോൾ ഈ മരണ സംസ്കാരം മാറ്റി ഒരു ജീവന്റെ സംസ്കാരം ഉണ്ടാകാനായിട്ട് മറ്റുള്ളവരെ ബോധവൽക്കരിക്കുന്നത് നമ്മുടെ ചുമതല. മാത്രമല്ല വേറൊരു കാര്യം, കർത്താവ് നമുക്ക് എന്തുമാത്രം വില കൊടുക്കുന്നു നമുക്ക് ഇരിക്കുന്നതാണ്. കർത്താവിൻ്റെ അടുത്തേക്ക് പാപിനിയായ സഹോദരൻ നമ്മൾ പാപം ചെയ്യുമ്പോൾ, അതാണ് അതിന് മുമ്പേ പാപം ചെയ്യുമ്പോൾ നമ്മുടെ വില കുറഞ്ഞു. എന്തുകൊണ്ട് പാപം ചെയ്യുമ്പോൾ നമ്മുടെ വിലയില്ലാത്തവരായിരിക്കും. പണം വിലയില്ലാത്തവരായിരിക്കും. പാപം നമുക്ക് കുഴപ്പമുണ്ട്.
ശരിയാണ് തിരിച്ചു വരണം, അതിന് സമയം തരിക, അവിടെ വില പോകും. അതുകൊണ്ട് ഇത് നമ്മളൊരിക്കലും നമ്മൾ വിലയുള്ളവരാണെന്ന് അറിഞ്ഞ് നമ്മുടെ പ്രവൃത്തിയൊക്കെ വിലയുള്ളതാക്കി തീർക്കുക. മാത്രമല്ല വേറൊരു കാര്യം, ഈ കർത്താവിന് ഇന്ന് നേരെ ഇറങ്ങി വന്ന് എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്യണം ഇല്ല. കർത്താവിനെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ വേണം. അതായത് കർത്താവിന് ലോകത്ത് ജനിക്കാൻ പോലും സ്ത്രീയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അല്ലേ? സ്ത്രീയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കി നമ്മുടെ അതുപോലെ കർത്താവിന് ഒരു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത അപ്പത്തേക്ക് അതിനുവേണ്ടി ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അപ്പവും മീനും ഒക്കെ വേണ്ടിയുണ്ട്. നോക്കിയിട്ട് കർത്താവിന് പ്രവർത്തിക്കേണ്ട നമ്മൾ വേണം. എന്നാലും അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കയ്യിൽ നാലും നാവും കണ്ണുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ പലപ്പോഴും അതൊക്കെ മറന്നുപോകും. അപ്പം അതുകൊണ്ട് നമ്മുടെ വില ഒരിക്കലും നമ്മൾ മറക്കരുത്. നമ്മളൊക്കെ വിലയുള്ളവരാണ് നമ്മൾ. കർത്താവിൻ്റെ കയ്യും കാര്യം നമ്മളൊക്കെ വർക്ക് ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് അത് നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ തീർച്ചയായിട്ടും കാണിക്കുന്നു. പിന്നെ നമ്മുടെ വിലയെ പറ്റി പറയാം. ഇതിൻ്റെ കാര്യം പറയാൻ പക്ഷേ ഇതിന് സമയമുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തേത് ദൈവത്തെ സ്നേഹിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നു കൂടെ നമുക്ക് ഒന്നിച്ചെടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു വേറൊരു വശമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ സമരിയക്കാരൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും അറിയാം. സമരിയക്കാരൻ്റെ ഉപമ, അതായത് ഒരു ന്യായശാസ്ത്രി കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ഞാൻ നിത്യ രക്ഷയ്ക്ക് വേണ്ടി എന്താ ചെയ്യണം? അപ്പോൾ കർത്താവ് പറയല്ല, എന്നിട്ട് നീ എന്ത് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നത് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെയൊക്കെ സ്നേഹിക്കുക. സഹോദരനെ സ്നേഹിക്കുക, സ്വന്തനെ പോലെ സഹോദരനെ സ്നേഹിക്കുക. അപ്പം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ സഹോദരനെ സ്നേഹിക്കുക? അപ്പോഴാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. ഒരുവൻ എരിഹോയിൽ നിന്ന് യെരൂശലേമിൽ നിന്ന് എരിഹോയിലേക്ക് പോകുമ്പോഴത്തേക്ക് കള്ളന്മാർ അവനെ പിടിച്ച് വസ്ത്രമൊക്കെ ഉരിഞ്ഞെടുത്ത് മുറിവേൽപ്പിച്ച് അവനെ കൊള്ളയടിച്ച് അർത്ഥപ്രാണനൊക്കെ അവിടെ എത്തിച്ചു. അപ്പോൾ കർത്താവ് ശരി. അപ്പോൾ അവനെ അതിലെ കൂടെ ഒരു പുരോഹിതനെ ലേവായം വന്നു. അവർ രണ്ടുപേരും നിയമം നോക്കിപ്പോയി. അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ നിയമം നോക്കിപ്പോയി. പക്ഷേ ഈ ശമരിയക്കാരൻ വന്നു, ഇവനെ കണ്ടു, കരുണ തോന്നി, അടുത്തു വന്നു, എണ്ണയും മീനും പകർന്നു, അവൻ്റെ മുറിവൊക്കെ വെച്ച് കെട്ടി അവനെ എടുത്ത് അവൻ്റെ മൃഗത്തിൻ്റെ പുറത്ത് വെച്ച് സത്രത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് പിറ്റേന്ന് 2 ദിനാറ സത്ര ശുശ്രൂഷക്കാരനെയൊക്കെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവന് വേണ്ടതൊക്കെ ചെയ്യണം, ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തോളാം. അപ്പം കർത്താവ് ചോദിക്കുന്നുണ്ട്, ആരാവിൻ്റെ അയൽക്കാരനെ സ്നേഹിതനായി ചിലപ്പോൾ പറഞ്ഞു ഇതാണ് ഇവനാണ്. അപ്പോൾ കർത്താവ് ശരിയാണ്, നീ നന്നായിട്ട് പറഞ്ഞു എന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കർത്താവ് അപ്പം ഈ എരിഹോയിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് എരിഹോയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരു വിജനമായിട്ടുള്ള ഒരു വഴി, അപകടമായിട്ടുള്ള വഴിയാണ്. ആരും തന്നെ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത വഴിയാണ്. അപ്പോൾ പക്ഷേ ഇവൻ തന്നെ ഇങ്ങനെ യാത്ര ചെയ്തു, അവൻ ചെയ്തത് തെറ്റാണ്. അപ്പം പലരും പറയും, അവൻ തെറ്റ് ചെയ്തു, അവൻ അനുഭവിക്കുന്നു, അവൻ അനുഭവിക്കട്ടെ, അവൻ അർഹിക്കുന്നതാണ്. പക്ഷേ കർത്താവ് എന്താ ചിന്തിച്ചത്? ആ നിയമമില്ല, അത് നീതി നിയമമൊക്കെയാണ് അതങ്ങനെ അവൻ അർഹിക്കേണ്ടത്. പക്ഷെ കർത്താവ് കരുണയും സ്നേഹവും ആഗ്രഹിക്കും. അതാണ്. അപ്പോൾ കരുണയും സ്നേഹം നമ്മൾ പലപ്പോഴും എന്തായി പലയിടത്തും നീതിയും നിയമമൊക്കെ എൻ്റെ നോക്കി പല കാര്യങ്ങളും നമ്മൾ വേണം. പക്ഷെ ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് കരുണയും സ്നേഹവുമാണെന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. അപ്പോൾ ഇവിടെ നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെയാണ്, ഈ യെരൂശലേമിൽ നിന്നും എരിഹോയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെയും നമ്മുടെ അടുക്കളയിൽ കൂടെയും നമ്മുടെ ഡൈനിങ് ഹാളിൽ കൂടെയും ഒക്കെയാണ് പോകുന്നത്. ഇവിടെ എല്ലാം ആരൊക്കെയോ മുറിവേറ്റ് കിടക്കുന്നുണ്ട്. അതായത് മുറിവേറ്റെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം കിട്ടാത്ത ആ ഒരു മുറിവ്, പരിഗണന കിട്ടാത്ത ഒരു മുറിവ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കണം, അങ്ങനെ പലതരത്തിൽ വീടുകളിലെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അച്ഛൻ പറഞ്ഞു. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരു കാര്യമുണ്ട്, നമ്മളതൊക്കെ എന്തുകൊണ്ടോ സൗകര്യപൂർവ്വം മറന്നു പോവുകയോ എന്തോ ചെയ്യും. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ഈ കാര്യം ചിന്തിക്കാം. നമുക്കവിടെ
നീതിക്കും നിയമത്തിനും അതീതമായിട്ട് അതിൻ്റെ അപ്പുറത്ത് സ്നേഹവും കരുണയും കൊടുക്കാം. അങ്ങനെ നമുക്ക് സ്നേഹത്തിൻ്റെയും കരുണയുടെയും വക്താക്കളായി മാറും. അതാണ് ഈ ഒരു സന്ദേശം, ഇതിൽ നിന്നുള്ള ഒരു സന്ദേശം. അപ്പോൾ നമ്മൾക്ക് അപ്പോൾ ഈ ഒരു ഫോറത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഒരു സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയും കൂടെ ആകുമ്പോൾ ഇത് പ്രാർത്ഥന മനുഷ്യരെ ഒന്നിപ്പിക്കും അല്ലേ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം വേറൊന്നും കൂടെയാണ്. ഇന്ന് സമൂഹത്തിൽ ഈ സീനിയർ സിറ്റിസൺസിൻ്റെ നമ്പർ കൂടി വരികയാണ്. മനുഷ്യൻ്റെ ലോഞ്ചിവിറ്റി ഓഫ് ലൈഫ് കൂടി വരികയാണ്. അപ്പം അങ്ങനെ വരും. മാത്രമല്ല നമ്മുടെ യങ്ങർ ജനറേഷൻ പഠിത്തത്തിനും ജോലിക്കും ഒക്കെ ആയിട്ട് അന്യരാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ സീനിയർ സിറ്റിസൺസ് ഏകാന്തതയൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പരസ്പരം ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മകൾ ഒരുപാട് ആ ഏകാന്തതയ്ക്ക് ഒരു സൊല്യൂഷനായി തീരും. മാത്രമല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇങ്ങനത്തെ ചിന്തകളും ഇതൊക്കെ പങ്കുവെച്ച് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കുകയോ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനമായിരിക്കും. അപ്പോൾ ഞാൻ ഈ സീനിയർ സിറ്റിസൺസിന് പിന്നെ ഒരു എല്ലാ ആശംസകളും നേരുന്നു. ജീവിതം ഫലപ്രദവും ജയപ്രദവും സമൃദ്ധവും ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞതിനകത്ത് എനിക്ക് അത്യാവശ്യമെന്ന് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സമയവും കുറച്ചേ ഉള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. എന്തെങ്കിലും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരാനുണ്ടോ? എന്തായാലും നിങ്ങൾ ഫ്ലൂ വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചോണം. എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജലദോഷം ചുമന്നും വരില്ല, ഉറപ്പ്. ഞാനത് എടുക്കാറുണ്ട്, എനിക്കത് വരാറില്ല. പറയാം ഏതാ ഫ്ലൂ വാക്സിൻ എന്ന് പറഞ്ഞാൽ മതി. ഫ്ലൂ വാക്സിൻ എടുക്കുന്ന ഒത്തിരി നല്ലതാണ്. ഫ്ലൂ നോർത്താൽ മതി. ഫ്ലൂ നോർത്താൽ മതി. ഫ്ലൂ നോർത്താൽ മതി. മറവി എന്ന് പറയുന്നത് ശരിയാണ്. മറവി അത് വലിയൊരു പ്രയാസമാണ്. നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് മറവി. അപ്പോൾ ഇത് മറവി ഏതാ കാര്യം? അതായത് ഞാൻ പറഞ്ഞല്ലോ, മറവി ലോകമായി തീരുന്നത് എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് മറവി നമ്മൾ തന്നെ ഓർക്കുക, എനിക്കിതിന് മറവിയുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഒരു സമയം എടുത്ത് ചെയ്യും. സാധനങ്ങൾ കൃത്യസ്ഥലത്ത് വയ്ക്കും. പിന്നെ അതുപോലെ വേറൊരു കാര്യം ചെയ്യുന്നത്, ഏത് കാര്യവും നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോഴത്തേക്ക് 2-3 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യും അല്ലേ. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യും. അതായത് അപ്പോഴ് ചെറുപ്പകാലത്ത് നമുക്കത് ചെയ്യാം. പക്ഷേ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ഈ മറവി കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്തിട്ട് മറ്റേ കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആദ്യത്തെ കാര്യം മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ഈ മറ്റേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ഒരു കാര്യം അതിന് ഫോക്കസ് ചെയ്യുക, നമ്മുടെ ശ്രദ്ധ. അത് ചെയ്തതിന് ശേഷമേ അടുത്ത കാര്യത്തിന് പോകാവുള്ളൂ. അതിൻ്റെ കാരണം ഞാനിപ്പോൾ അനുഭവിക്കുന്ന കാര്യമാണ്. അടുത്തതിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ വേറെ കാര്യത്തിൽ അതവിടേക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് എന്ത് കാര്യം അത് ചെയ്ത് തീർത്തിട്ട് മാത്രം അടുത്തതിന് പോകുക. പിന്നെ നമ്മൾ എപ്പോഴും മറന്നു പോകുന്നത് ഡേറ്റ്, പേര്, അങ്ങനത്തെ കാര്യങ്ങളാണ്. പേര് നമുക്ക് കുഴപ്പമില്ല. ഒരാളോട് പേര് ചോദിക്കണമെങ്കിൽ ഞാൻ മറന്നുപോയി കേട്ടോ, സോറി പേരൊന്നുകൂടെ പറയണമെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പറഞ്ഞത്. ഡേറ്റിൻ്റെ കാര്യം നമുക്ക് എഴുതി വയ്ക്കുക. ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം ഒരു കാര്യം എഴുതി വയ്ക്കുക. അതാണ് ഈ മറവി. പിന്നെ മറവി രോഗം വരുന്നത്, അതായത് നമ്മൾ തന്നെ ആ കാര്യം മനസ്സിലാക്കത്തില്ല, വേറൊരു ആൾ അത് തീരുമാനിച്ച് ഇവരെയൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയാണ് രോഗമായി മാറുന്നത്. ഇത് മനസ്സിലായവർക്ക് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം. അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് റിയലൈസ് ചെയ്യുന്നില്ല. വേറൊരാൾ
കയ്യിൽ മറവിയുണ്ട്. ആ അവസ്ഥയിൽ ചികിത്സ എടുക്കേണ്ടത്. ഈ ഒരു മറവി നമ്മൾ തന്നെത്താനെ എനിക്ക് മറവിയാണല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥ രോഗമായിട്ട് ചിന്തിക്കേണ്ട. അത് നമ്മുടെ ഈ ഒരു പ്രായമാകുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ഇപ്പം മക്കളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരോട് നമ്മൾ കളിയാക്കും, ഈ അമ്മയ്ക്കൊരു ഓർമ്മയുമില്ല, അച്ഛൻ്റെ ഓർമ്മയും എന്തുമായിരുന്നു. പക്ഷെ നമ്മളത് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഉള്ള കാര്യം നമ്മൾ മാറ്റാൻ പറ്റാത്ത ആ ഉള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മളുടെ മക്കൾത്തോടെ മക്കളെ തന്നെ അത്രയും പ്രായമായിപ്പോയി അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ കളിയാക്കി എനിക്ക് വഴിക്കില്ല. അങ്ങനെ മറവിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഐഡിയ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ പറയാം. ഇതൊക്കെയാണ് നമ്മൾ മറവിയെ ഓവർകം ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പം ഈ മറക്കുന്ന കാര്യം അതായത് ഈ മറവി രണ്ട് ഭാഗങ്ങളുണ്ട്, ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും. നമ്മൾ ഈ ഷോർട്ട് ടേം മെമ്മറി, അതായത് ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മറന്നു പോകുക. പഴയ കാര്യങ്ങളൊക്കെ പലരും മറന്നു പോകാൻ ഓർത്തിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു രീതിയാണ്. ഈ പ്രായമാകുമ്പോൾ മറന്നു പോകുന്നതിൻ്റെ ഒരു രീതിയാണ്. മാറ്റാൻ പറ്റാത്തന്നെ നമ്മൾ സ്വീകരിക്കുക. ഇതിങ്ങനെയാണ്, അതാണ്, അതിലാണ് നമുക്ക് മുന്നോട്ട് സന്തോഷമായിട്ട് പോകാൻ പറ്റുക. അല്ലാതെ ഈ ഓൾഡ് ഏജിൽ ഏജിങ് പ്രോസസ്സിൽ നമുക്ക് എല്ലാം പഴയതുപോലെ ആകാം എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. പരാതി കൂടാതെ നമ്മൾ ആയിരിക്കുന്ന കണ്ടീഷനിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക. അതാണ് ഗുരുവിൽ ഗ്രേസ്. അത് നമ്മൾ ശീലിച്ചെടുത്തേ. പരാതികളിൽ ഒന്നും ഇതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അച്ഛൻ നമുക്ക് വേണമല്ലേ, അച്ഛൻ്റെ അനുഗ്രഹം വേണമല്ലേ. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഓർത്തപ്പോഴേ ഒരു കാര്യമുണ്ട്. ഈ അച്ഛന്മാരുടെ അനുഗ്രഹത്തെ പറ്റി രാവിലെ ഇങ്ങനെ ഞാൻ വെറുതെ അച്ഛനെ പറ്റി ആലോചിച്ചത്, അച്ഛൻ യൂട്യൂബിടുന്ന ആളായിരിക്കും, ആയിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ അച്ഛനെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് പെടുത്താം? അപ്പം അങ്ങനെ ഞാനൊരു കാര്യം ആലോചിച്ചു. അപ്പം അച്ഛനെ പെടുത്താൻ ഞാനൊരു മാർഗം കണ്ടുപിടിച്ചു. അതായത് അച്ഛൻ്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ മതിയാവും. അപ്പം അച്ഛനെ എന്നെ പെടുത്തിയേ മതിയാവും. അപ്പം അതിനൊരു വചനം ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് അധികം അറിയാമോ ഈ അച്ഛന്മാരുടെ ഈ അനുഗ്രഹം? പിന്നെ നമ്മളെ അനുഗ്രഹിക്കുന്നതിന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ പറ്റി അറിയാമോ? ഇതിൻ്റെ ദൈവവചനമുണ്ട്. അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഞാൻ പറഞ്ഞു തരാമില്ലെങ്കിൽ നമുക്ക് ജനിക്കുന്നത് നല്ലതാണ്. അപ്പം അതായത് അച്ഛൻ്റെ വിലയാണ് ഇതിൻ്റെ അകത്ത്. അതാണ് ഞാനീ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത് സംഖ്യാപുസ്തകത്തിലുള്ളതാണ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനമാണ്. ഞാൻ 22, 23, 24, 25, 27, 26, 27 ഇത്രയും വചനങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ എന്നോ പിന്നെ മോശയോട് അരുളി ചെയ്തു, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കേണ്ടത് ഇപ്രകാരമാണ്. യഹോവ നിന്നെ അഹരോനും പുത്രന്മാരും അറിയാമല്ലോ, പുരോഹിതന്മാര്. അപ്പൊ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവരാകട്ടെ. യഹോവയുടെ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. അല്ലേ? അനുഗ്രഹം നമുക്ക് വേണ്ടേ? അപ്പോൾ അങ്ങനെ പാച്ചനെയും ഞങ്ങൾ അനുഗ്രഹം തരാൻ വേണ്ടി അപ്പം ഈ സെഷൻ അവസാനിക്കാൻ സമയം കൂടുതലൊന്നും എടുത്തില്ലല്ലോ. എന്തെങ്കിലും ഞാൻ പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ പെട്ടെന്ന് ആലോചിച്ചിട്ട് കുറേ പോയിന്റ്സ് ആയാൽ പറയുന്നത്. പക്ഷേ ഈ വാർദ്ധക്യത്തെ പറ്റി ഇത്രയൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചെങ്കിലും പ്രയോജനമായി എന്ന് ഞാൻ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. വളരെ ശ്രേഷ്ഠമായ ഒരു സന്ദേശമാണ് ഡോക്ടർ വർഷത്തിൽ നമുക്ക് ലഭിച്ചത്. സർവശക്തി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ആത്മീയവും ഭൗതികവുമായ നന്മകൾ കൊണ്ട് തന്നെയാണ്. തുടർന്നുള്ള ജീവിതയാത്രയിലും സർവശക്തി കൃപയിൽ ഇവിടെ ഡോക്ടറിനെ തന്നെ അനുമതിയുടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മുടെ ആലോചന സെഷനാണ്. നമ്മുടെ ഈ സെൻറ്റ് ജോസഫ് ഫോറം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുന്നതിനുള്ള അവസരമായി ഈ സമയം വേർതിരിക്കുകയാണ്.
നിങ്ങളുടേതായ നിർദ്ദേശങ്ങൾ ഇവിടെ സമർപ്പിക്കാം. വിശേഷിച്ച് നമ്മൾക്ക് കഴിഞ്ഞ ഓണത്തിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ഫസ്റ്റ് ഗ്യാതറിങ്ങിൽ വളരെ എൻജോയ് ചെയ്തു. നമ്മുടെ കുടിവരവ് മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെയും അതൊരു അവർക്ക് ഒരു എൻകറേജിങ് ആയുള്ള ഒരു നമ്മുടെ ഗ്യാതറിംഗ് ആയിരുന്നു. അപ്പോൾ തുടർന്നും ഈ പറഞ്ഞ മാതിരി നമ്മുടെ പ്രവർത്തനം